അവരൊരു ഫ്രോഡാ ചേച്ചി. അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരണാട്ടിലും മുന്നേ അവർ കൺസീവ് ആയിരുന്നു. അവരൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് ചേച്ചി. അവർ നിങ്ങളെയും ശ്രുതിയേട്ടനെയും കുടുംബത്തിനെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അവർ തനി ഫ്രോഡാണ് ചേച്ചി. അവരെ വിശ്വസിക്കരുത്. ശ്രുതി മുന്നേ ഒരു അമ്മയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയണ രേവതിയും ദേവുവും കൂടിയിട്ട് അതിൻ്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ സേമിയ പായസം എല്ലാവരും കുടിച്ച് അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ചന്ദ്ര അതിൻ്റെ സന്തോഷത്തിൽ മതിമയങ്ങി പോയി കിടന്ന് ഉറങ്ങാണ്. അത് കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, അയ്യോ സച്ചേട്ടന് ഒരു തുണ്ട് പോലും ഉണ്ടായില്ലല്ലോ ചേച്ചി, നമ്മളത് എടുത്തു വയ്ക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രേവതി ഒന്നും മിണ്ടണില്ല. എന്നിട്ട് അവർ ശരി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടുന്ന് പോവുകയാണ്, റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ ആലോചിക്കുക, എന്താ സച്ചേട്ടൻ വരാത്ത ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സച്ചി കയറി വരുമ്പോൾ സച്ചിയുടെ കയ്യിലൊരു പൊതിയുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ രേവതി ടേബിളിൽ വന്നിരിക്കുമ്പോൾ സച്ചി ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ മുഖത്തൊരു വെള്ളായ്മ സച്ചിയേട്ടാ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ ഒന്നുമില്ല പറയണ, എന്നാൽ അത് വേടിക്കുക പറയണം, നിൻ്റെ കൈ നീട്ടം പറയാം. അപ്പോൾ കൈ നീട്ടാണ്, എന്നാൽ അത് വേടിക്കുക പറഞ്ഞിട്ട് കയ്യിലത്തെ പൊതി കൊടുക്കണം. ഇതെന്താ ചോദിക്കുമ്പോൾ ഇത് അലുവയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട അലുവയാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേടിച്ചതാണെന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് പറയണ രേവതി, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, സാരില്ല പറയണം. എന്നാലും സച്ചേട്ടൻ എന്നോടുള്ള പിണക്കം മാറിയില്ല, എനിക്കത് മതിയെന്ന് പറയാണ്. അപ്പോൾ പറയണ രേവതി, ഞാൻ ഒരിക്കലും നിന്നോട് പിണങ്ങിയിട്ടില്ല. അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ അവനോട് പറഞ്ഞിട്ട് അവൻ എന്നെ ശത്രുവിനെ പോലെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് അവൻ എന്നെ അകറ്റി നിർത്തിയില്ലേ. അപ്പം ഞാൻ പോവാത്തോടത്തേക്ക് നീ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു. കാരണം നീ അവരുടെ മകളും കൂടപ്പിറപ്പും ഒക്കെയാണ്. അച്ഛൻ്റെ സ്ഥാനത്ത് നീയാണ് അവിടെ എല്ലാം ചെയ്യണത്. ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ, നിന്നെപ്പറ്റി ചിന്തിച്ചില്ല. നീ പറഞ്ഞാണ് ശരി, അല്ലെങ്കിൽ പോണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ, ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ നിൻ്റെ കൂടെ പിറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ തെറ്റുകളെ ഏറ്റു പറയണം. അപ്പോൾ രേവതി കരഞ്ഞിട്ട് പറയണം, സച്ചേട്ടാ സാരമില്ല, സച്ചേട്ടനെ മനസ്സിലായില്ല എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്. പിന്നെ സച്ചേട്ടൻ എന്നോട് മിണ്ടാതിരുന്ന എനിക്കത് സഹിക്കാൻ പറ്റില്ല. സച്ചേട്ടൻ എന്നോട് മിണ്ടാതിരുന്നാലോ, സച്ചേട്ടൻ്റെ ഒരു നോട്ടം കാണാതിരുന്നാലോ, സച്ചേട്ടനെ ഒന്ന് കാണാതിരുന്നാലോ, എന്തിനും സച്ചേട്ടനെ ഒന്ന് തൊടാതിരുന്നാൽ പോലും എനിക്ക് അന്നത്തെ ദിവസം കഴിയാൻ പറ്റില്ല. സച്ചേട്ട ദയവ് ഇത് എന്നോട് പിണങ്ങിയിരിക്കരുത് പറഞ്ഞിട്ട് രേവതി കരയണം. ആ പോട്ടെ സാരമില്ല, പിണക്കൊക്കെ മാറിയില്ലേ എന്ന് പറയണം. ഇവർ തമ്മിൽ തല്ലുകൂടെന്ന് വിചാരിച്ച് കാത്തിരുന്ന് ഒളിച്ചു നിന്ന് ഇതൊക്കെ കണ്ട ചന്ദ്ര, ഇവന് എന്ത് പറ്റി, ഇവൻ ഇനിയും തല്ലുകൂടുന്നാണല്ലോ, ഞാൻ വിചാരിച്ചു ഇവനിത് എന്താ പറ്റി, ഇത്ര വേഗം പിന്നീട് പിണക്കം തീർന്നോ, ഇങ്ങനെയുള്ളൂ. അയ്യോ ഇതാണോ മറ്റേ ജഡ്ജസ് പറഞ്ഞത്, വഴക്കുകൂടിയ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം കൂടുന്ന എന്നൊക്കെ അങ്ങനെ വിചാരിക്കാണ് ചന്ദ്ര. അങ്ങനെ രണ്ടുപേരുടെയും തെറ്റുകൾ പരസ്പരം ഏറ്റു പറഞ്ഞു. നീ പോയി ഭക്ഷണം എടുത്ത് വയ്ക്കുക പറയണ രേവതിയോട് സച്ചി. അങ്ങനെ സച്ചി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പെട്ടെന്ന് വരും. ശ്രീകാന്ത് പെട്ടെന്ന് വന്നിട്ട് പറയണം, അയ്യോ സച്ചേട്ടൻ വന്നു. സച്ചേട്ടാ സോറി സച്ചേട്ടാ, ഒരു കാര്യം ഉണ്ടായി. സച്ചേട്ടനെ കഴിക്കാൻ വേണ്ടി രേവതി എടുത്ത് എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കി, സച്ചേട്ടനും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി. പക്ഷെ പായസത്തിൻ്റെ ടേസ്റ്റ് കാരണം എല്ലാവരും അത് കഴിച്ച് പാത്രം കാലിയാക്കി. സച്ചേട്ടാ പായസം ആക്കിയില്ല, ഏട്ടന് ഇഷ്ടപ്പെട്ട സേമിയ പായസമായിരുന്നു ഉണ്ടാക്കി. വരുമ്പോൾ സച്ചി പറഞ്ഞു, ഈശ്വര എനിക്ക് ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയിട്ട് എനിക്കൊരു തുണ്ട് പോലും ബാക്കി വെച്ചില്ലേ, ഒക്കെ കുടിച്ചു. സച്ചേട്ടാ സോറി പറയുമ്പോൾ ചന്ദ്ര ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക, ഇപ്പം അവൾക്കുള്ളത് കിട്ടും. സേമിയ പായസം കഴിഞ്ഞ കാര്യം ശ്രീകാന്ത് പറയണ്ടേ, ഇപ്പം അവൾക്കുള്ളത് കിട്ടും, സച്ചിയുടെ അടുത്ത് നിന്ന് അടുത്ത അടിക്കുള്ളതായി എന്നൊക്കെ അങ്ങനെ വിചാരിക്കാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഫുഡും കൊണ്ട് വരുമ്പോൾ സച്ചിയൊക്കെ, എന്താ രേവതി ഒരു ഗ്ലാസ് വേണ്ട, ഒരു അര ഗ്ലാസ്സെങ്കിലും നീ എനിക്ക് വേണ്ടി സേമിയ പായസം എടുത്ത് വെക്കാൻ, നിനക്ക് അറിയില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട പായസമാണ്. അപ്പോൾ രേവതി പറയും, ആര് പറഞ്ഞു സച്ചേട്ടനെ എടുത്ത് വെച്ചിട്ടില്ല എന്ന്, സച്ചേട്ടനുള്ള പായസമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്ത് പറയും, എടുത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇല്ലാണ്ട് എൻ്റെ സച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ ഞാൻ സേമിയ പായസം ഉണ്ടാക്കി, അപ്പോൾ പിന്നെ ഞാനത് മാറ്റി വയ്ക്കാതിരിക്കുമോ എന്ന് ചോദിക്കാനേ രേവതി. അപ്പോഴും ശശി ആയതാരാണ്, നമ്മുടെ ചന്ദ്ര. അതൊക്കെ കേട്ടിട്ട് ഒളിച്ചു നിന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് തല്ലുകൂട്ടുണ്ടാവും എന്ന് വിചാരിച്ച ചന്ദ്ര പ്ലിങ്ങായി പോവാണ്. ആയിക്കോട്ടെ, ഇങ്ങനെ സ്നേഹമുള്ളൊരു ഭാര്യ ഭർത്താവാ, നടക്കട്ടെ സച്ചേട്ടൻ ഭാഗ്യവാനാണ്. ഞാനും വർഷയും തമ്മിൽ ഗംഭീര വഴക്കുണ്ടായിരുന്നു. ആ വഴക്കിൻ്റെ സമയത്ത് വർഷേനൊന്ന് പുറത്തു കൊണ്ടുപോയിട്ട് പിണക്കൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് രേവതി ചേച്ചിയുടെ പായസം കുടിച്ചത്. അത് കുടിച്ചോടുകൂടി വർഷയ്ക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ കൂടി അവളുടെ ലെവൽ അങ്ങോട്ട് മാറി, ആ പായസത്തിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ട് എന്നൊക്കെ പറയണം. നടക്കട്ടെ ഭാഗ്യവാനെ, നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ പറയാം. നീ പോടാ പറഞ്ഞിട്ട് അപ്പോൾ സച്ചി ശ്രീകാന്തിനെ വിടുകയാണ്. അങ്ങനെ ഫുഡ് സച്ചിക്ക് വിളമ്പി കൊടുക്കണം. സച്ചിയുടെ ചോദിക്കും, ചപ്പാത്തി വേണം സച്ചിയേട്ടാ അതോ പായസം വേണം ചോദിക്കുമ്പോൾ സച്ചി പറയണം, എനിക്ക് ആദ്യം പായസം എന്താ അവധി, ഇത്രയും ടേസ്റ്റുള്ള പായസം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അതല്ലേ കുടിക്കേണ്ടത് ചോദിക്കാണ്. അങ്ങനെ സച്ചിക്ക് പായസം കൊടുക്കാൻ, എന്നാൽ നീ അലുവ കഴിക്കുക പറഞ്ഞിട്ട് അലുവ കഴിക്കുമ്പോൾ ഇതൊക്കെ മറന്ന് നിന്ന് കേൾക്കണ ചന്ദ്രമതിക്ക് കുശുമ്പാവാണ് ആകെ. അപ്പോൾ ചന്ദ്രമതി അവിടേക്ക് വരുമ്പോൾ രേവതി ചന്ദ്രമതിയെ കാണുമ്പോൾ രേവതി സച്ചി പരസ്പരം നോക്കണം. എന്നിട്ട് രേവതി, അമ്മ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ പറയണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഈ ഹലുവയുടെ പൊതിയും കൊണ്ട് പോയിട്ട് പറയണം, അമ്മേ സച്ചേട്ടൻ മേടിച്ചു കൊടുത്തത് എൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹലുവ, എന്നാൽ ഒരു കഷ്ണം അമ്മ കഴിക്കുക, അമ്മയ്ക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പിണക്കം ഏറ്റവും കൂടുതൽ മാറണം എന്ന് പറഞ്ഞിട്ട്
രേവതി ചന്ദ്രനെ കളിയാക്കുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ വെട്ടിത്തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞു, അവർ പിണക്കൊക്കെ സോൾവായി, അവർ തമ്മിൽ അടുത്തു. അങ്ങനെ ഒരു വലിയ മഞ്ഞുമല ഉരുകിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രേവതിക്ക് ഫോൺ വരികയാണ്. നോക്കുമ്പോൾ ദേവുവാണ്. എന്താ ദേവു ചോദിക്കുമ്പോൾ പറയും, ചേച്ചി എത്രയും പെട്ടെന്ന് ഒരു 5 മുഴം മാലയും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയും. അപ്പോൾ എങ്ങോട്ട് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വാ ചേച്ചി, 5 മുഴം പൂമാലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരണം കേട്ടോ, പെട്ടെന്ന് വരണം എന്ന് പറയാണ്. അപ്പോൾ എന്താ ദേവു ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ പറയും. അങ്ങനെ അന്ന് ശരി ദേവു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയും. അങ്ങനെ രേവതി പൂമാല എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റിസപ്ഷനിൽ പോയിട്ട് ചോദിക്കും, ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ദേവുവില്ലേ, ദേവുവിൻ്റെ ചേച്ചി, ദേവികയുടെ ചേച്ചിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇരിക്കൂട്ടോ മാഡത്തിനോട് വരാൻ പറയും. അങ്ങനെ ദേവിക വരും. ദേവിക വന്നിട്ട് ചേച്ചി വാ ഇത് കൊടുക്കാൻ നമുക്ക് വേണ്ടിയിട്ട് പൂമാല കൊടുക്കാൻ പോകണം. എന്നിട്ട് പറയാണ്, ചേച്ചി ഞാനിങ്ങ് ഇവിടുത്തെ ഓർഡർ ദിവസം ചേച്ചി മാലയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വരും, ഇവിടുത്തെ ഓർഡർ ഞാൻ ചേച്ചിക്ക് വേണ്ടി പിടിച്ചിട്ട് പറയുമ്പോൾ രേവതി പറയും, എനിക്ക് എന്തിനാ മോളെ പിടിച്ചത്, നമ്മുടെ അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ അമ്മയും കൊണ്ട് ഇനി പണിയെടുപ്പിച്ചാൽ ശരിയാവില്ല, ഇനി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഈ ഓർഡറൊക്കെ ചേച്ചിക്ക് ഇനി വലിയ ഫംഗ്ഷൻ വരുമ്പോൾ കൂടുതൽ വേണ്ടി വരിട്ട് അപ്പോഴൊക്കെ ഞാൻ ചേച്ചിക്ക് ഓർഡർ പിടിച്ചു തരാൻ പറയുമ്പോൾ കണ്ട എല്ലാവരും അവനവനൊരു ജോലി കിട്ടി അവനവൻ്റെ കാര്യം നോക്കി നടക്കാം, പക്ഷെ നീ മാത്രം ഇപ്പോഴും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ സ്നേഹിച്ചിട്ടും കഴിയുന്ന കുട്ടിയെ, ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, ഭാഗ്യം ചെയ്ത അമ്മയെ നമ്മുടെ അമ്മ എന്നൊക്കെ പറയാണ്. എന്തായാലും ചേച്ചിക്ക് തന്നെ ഇവിടുത്തെ ഓർഡറൊക്കെ തരില്ല, ഞാനത് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. അത് പറഞ്ഞിട്ട് പറയണേ, ചേച്ചി ഒരു കാര്യം കൂടി എനിക്ക് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം തൊട്ട് ചേച്ചി അമ്മയ്ക്ക് 3000 രൂപ കൊടുക്കാറില്ല, അത് ഈ മാസം തൊട്ട് കൊടുക്കണ്ട. അതെന്താ ദേവു നീ അങ്ങനെ പറഞ്ഞ, അതെ എനിക്ക് തരക്കടില്ലാത്ത ശമ്പളം ഇവിടുന്ന് കിട്ടും, അപ്പോൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇനി അതൊന്നും ഓർത്തിട്ട് ചേച്ചി വിഷമിക്കേണ്ട. അല്ല ദേവു നമുക്ക് കുറച്ച് കടങ്ങളില്ലേ, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് ഇനി ചേച്ചി അതിൻ്റെ കാര്യം ഒന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട, ചേച്ചി ഇനി നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നോക്ക്, നിങ്ങൾക്ക് മുകളിലൊരു മുറി കെട്ടണ്ടേ, എത്രയും പെട്ടെന്ന് മുറിയുടെ കാര്യങ്ങൾ നോക്കൂ കേട്ടോ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി അതൊന്നും ഓർത്ത് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട, എല്ലാത്തിനുള്ള സാലറി എനിക്ക് കിട്ടുമെന്ന് പറയാണ് ദേവു. അപ്പോൾ രേവതി പറയാണ്, ദേവു നീ നല്ല കുട്ടിയാ, എല്ലാവരും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കും, പക്ഷെ നീ ഇപ്പോഴും കുടുംബത്തിനെ പറ്റിയിട്ടാണല്ലോ ചിന്തിക്കണേ. അതേ ചേച്ചി, നമ്മുടെ അമ്മയും നിങ്ങളൊക്കെ അത്രയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ എല്ലാത്തിനും തിരിച്ചും മറുപടി കൊടുക്കേണ്ട ചുമതല എനിക്കില്ലേ, എന്തായാലും ഞാൻ നോക്കിക്കൊണ്ട് ഇനി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു രേവതിനെ സമാധാനിപ്പിക്കാൻ ഒരു പ്രശ്നമില്ല ചേച്ചി, ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴത്തെ റിസപ്ഷൻ്റെ അവിടുന്ന് ശ്രുതി സുഖല്ലേ ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അതിനെ പാസ് ചെയ്യണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ്, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഡോക്ടർ കൺസൾട്ടിങ് റൂമിലുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി രേവതിയും ദേവും കൂടിയിട്ട് അവിടെ പൂമാലയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ദേവ് പറയും, ചേച്ചി ഒരു മിനിറ്റ് ഞാൻ പൈസ മേടിച്ചിട്ട് വരാട്ടോ എന്ന് പറയണം. അങ്ങനെ രേവതീനെ അവിടെ എത്തിയിട്ട് ദേവ് പൈസ മേടിച്ചിട്ട് വന്ന് തിരിച്ച് പൈസ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിനെ കാണുകയാണ്. അപ്പോൾ ദേവ് പറയണം, ചേച്ചി ഇങ്ങോട്ട് ഒരു കാര്യം കാണിച്ചു തരാൻ പറയണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ശ്രുതിനെ കാണാൻ, എന്തുണ്ടോ ശ്രുതി ചേച്ചി വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എന്താവോ പ്രശ്നം, ശ്രുതി ചേച്ചി കൺസീവ് ആണോ ചേച്ചി ചോദിക്കുമ്പോൾ കൺസീവ് ഒന്നേ മിണ്ടാതിരുന്നു, ഒരു പ്രാവശ്യം തന്നെ അത് പറഞ്ഞതിന് അവളുടെ ബൗണ്ടറി കയറി ഇടപെടരുത്, ആവശ്യമില്ലാത്തതിനും നിൽക്കരുത് പറഞ്ഞിട്ട് എനിക്ക് വാണിങ്ങി തന്നത് അവള്, ഞാൻ ഈ കൺസീവ് ആണെന്ന് ചോദിക്കാനും ഇല്ല ഒന്നിനും ഇല്ല പറയണ രേവതി. പിന്നെ എന്തിനു ശ്രുതി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം, അവളൊരു നോർമൽ ചെക്കപ്പിന് വന്നല്ലോ, എന്ത് നോർമൽ ചെക്കപ്പ്, ആ ചെക്കപ്പിനല്ലേ അന്ന് വന്നു പോയത്, എന്തോ പ്രശ്നമുണ്ട് ചേച്ചി, അത് ഉറപ്പാണ് പറയാൻ. എന്തായാലും ചേച്ചി ഇവിടെ ഇരിക്കും, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ദേവു നീ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടണ്ട, അവരായി അവരുടെ പാടായി, നമുക്ക് നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കാം, ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ദേവു രേവതീനെ അവിടെ ഇരുത്തിയിട്ട് ശ്രുതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന നേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. സിസ്റ്ററെ എന്താ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യാണ് ദേവിക, എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു, ഇപ്പോൾ ഡോക്ടർ റൂമിലേക്ക് കയറിപ്പോയില്ലേ, ആ പേഷ്യൻ്റ് കൺസീവ് ആണോ, അതിപ്പോൾ എന്തിനാ നിങ്ങളറിയണേ, അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, അവർ ഞങ്ങളുടെ ബന്ധുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ലേ ബന്ധുവിൻ്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ നുണ പറഞ്ഞതല്ല, അല്ല നിങ്ങളിവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചത്, പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തൊരാൾക്കും കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട്. അതെ അവരുടെ പേര് ശ്രുതി, അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രുതി, അവർ ഞങ്ങളുടെ റിലേറ്റീവാണ്, എൻ്റെ ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ആണ് അവർ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ പറയാണ്. അപ്പോൾ അവർ കൺസീവ് ഒന്നല്ല, പിന്നെ എന്തിനാ അവർ ഡോക്ടറെ കാണാൻ വന്നേക്കണേ, ശരിക്കും പേഷ്യൻസിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറയുക, താൻ പിന്നെ ഇവിടുത്തെ സ്റ്റാഫല്ലേ, അതുകൊണ്ട് തന്നോട് ഞാൻ പറയുകയാണ്, അവർ കൺസീവ് ഒന്നല്ല, അവർ ചെക്കപ്പിന് വന്നതാ. ചെക്കപ്പിനോ, അതെ ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എന്തൊക്കെ കുറച്ച് ടെസ്റ്റുകളും കൂടി ഉണ്ട്, അതിന് വേണ്ടി വന്നതാ. ആദ്യത്തെ കൺസീവ് കഴിഞ്ഞ് രണ്ടാമതുള്ളവർക്ക് ഒരു ചെക്കപ്പോളുണ്ട്, അതിന് വന്നത്. ആദ്യത്തെ കൺസീവോ, അതെ അവർ ആദ്യം കൺസീവ് അല്ലല്ലോ, അതെ അവർ ആദ്യം കൺസീവ് ആയിരുന്നത് സെക്കൻഡ് കൺസീവിങ്ങിന് വേണ്ടി വന്നതാണ്. എന്താ സിസ്റ്റർ പറയണത്, അതെ അപ്പം നിങ്ങളുടെ റിലേറ്റീവായിട്ട് ഇതൊന്നും നിങ്ങൾക്കറിയില്ല, അവർ ആദ്യം കൺസീവായ കാര്യം നിങ്ങൾക്കറിയില്ലേ ചോദിക്കുകയാണ്. അവർ ആദ്യത്തെ കൺസീവ് ആയിരുന്നു, ഇത് സെക്കൻഡാണ്, അതെന്താ ലേറ്റ് ആവണ വല്ല പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ്, ഞാൻ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സിസ്റ്റർ അവിടെ നിന്ന് പോവാണ്.
അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താ ദേവുവിനെ കണ്ടെത്തുന്ന ആലോചിക്കുമ്പോൾ ദേവു വന്നിട്ട് പറയാൻ ചേച്ചി ശ്രുതി ചേച്ചി ഡോക്ടറെ കാണാൻ വന്നതാണ്. അവർ ആദ്യത്തെ കൺസീവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കൺസീവിങ്ങിന് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി വന്നത്. ആദ്യത്തെയോ? അപ്പോൾ ശ്രുതി ആദ്യം ഗർഭിണി ആയിരുന്നോ? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ആദ്യം ഗർഭിണിയായിരുന്നു ചേച്ചി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവരൊരു ഫ്രോഡാണെന്ന്. ആദ്യം കൺസീവായിരുന്നു, അവരുടെ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ട്. അവരതൊക്കെ മറച്ചു വെച്ചിട്ടാണ് സുധേട്ടനെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും ഒരു ഫ്രോഡാണ് എന്നൊക്കെ പറയാണ് ദേവു. അവളെന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യം? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സത്യമാണ് ചേച്ചി, അവർ ആദ്യം കൺസീവായിരുന്നു. ഇനിയിപ്പോൾ അവർ ഗർഭിണിയാണെങ്കിൽ എന്തുകൊണ്ട് അവർ മറച്ചു വെച്ചു? അപ്പോൾ അവരെപ്പോഴാവും ഗർഭിണിയുടെ വിവാഹത്തിന് മുമ്പേണോ വിവാഹത്തിന് ശേഷമാണോ? എന്തായാലും അവരൊരു ഫ്രോഡാണ് ചേച്ചി, അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് പറയണേ. അങ്ങനെ ശ്രുതിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു വലിയ രഹസ്യം രേവതി കൂടി മനസ്സിലാക്കണം. ശ്രുതി ആദ്യം കൺസീവ് ആയിരുന്നെന്നും രണ്ടാമത്തെ ചെക്കപ്പിനാണ് അവൾ വന്നിട്ടുള്ളതെന്നും കറക്റ്റ് ഹോസ്പിറ്റലിലത്തെ സിസ്റ്ററുടെ അടുത്തെത്തും തന്നെ അവർ മനസ്സിലാക്കുകയാണ്. ഇനി അതിൻ്റെ പുറകെയുള്ള യാത്രയായിരിക്കും ചിലപ്പോൾ രേവതിയും കൂടിയിട്ട്. രേവതി അത് കേട്ടതുകൂടി ആകെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട പോലെ രേവതി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൺസീവ് ആയിരുന്നെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കില്ല, ആ കുഞ്ഞ് എവിടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രേവതിയുടെ മനസ്സ്. അങ്ങനത്തെ ത്രില്ലിംഗ് എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പന്നിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്